മാൻഷലിലെ കള്ളക്കണ്ണന്റെ വിഗ്രഹത്തിൽ ഇത്രയും നേരം നിന്നിരുന്ന ശോഭ കെട്ടതുപോലെ മുന്നിൽ തെളിയിച്ചിരിക്കുന്ന വിളക്കിൽ നിന്നും ഏത് നിമിഷവും അണയാൻ പോകുന്ന പോലെ ആയിരുന്നു അഗ്നി. അല്പം മുന്നേ ജാനി അവിടെ കൊണ്ടുവച്ച സിന്ദൂരം ജനലിൽ കൂടെ ആഞ്ഞു വീഴ്ചയടിച്ച കാറ്റിൽ പാറി പറന്നു. ഇതേ സമയം ജാനുവിൻ്റെ നാട്ടിൽ തിമിർത്ത് പെയ്യുന്ന മഴയിലും കാട്ടുതീ പോലെ ആളി ആഞ്ഞു വീശുന്ന കാറ്റിലും മേൽശാന്തിയുടെ മുന്നിലിരുന്ന ഹോമകുണ്ഡത്തിലെ അഗ്നി അണയാൻ തുടങ്ങി. ശിവ ശിവ, അനർത്ഥമാണല്ലോ കാണുന്നത്. പൂജാരിയുടെ മുന്നിലിരുന്ന അഞ്ജുവിൻ്റെ മിഴികൾ കലങ്ങി. സായിയുടെ ഫോൺ ക്യാമറ വഴി മനുഷ്യനിൽ നടക്കുന്നതെല്ലാം അവൾ കാണുന്നുണ്ടായിരുന്നു. തിരുമേനി, രാവണജാനകി വേർപിരിയാൻ സാധിക്കുമോ? സംശയം നിറഞ്ഞ സഹായിയുടെ ചോദ്യത്തിന് വിളറിയ ചിരിയായിരുന്നു തിരുമേനി നൽകിയത്. വിധിയാണ് കുഞ്ഞെ, ആർക്കും തടുക്കാനാകാത്തൊന്ന് വിധി. മാറ്റിയെഴുതാൻ മനുഷ്യരായാൽ സാധ്യമല്ല, അനുഭവിച്ചേ പറ്റൂ. വിധി കരുതിയിരിക്കുന്നത് വേർപിരിയലാണെങ്കിൽ അതനുഭവിച്ചേ മതിയാകൂ. ചിത്രയും ആര്? അവർ നന്മയുടെ പ്രകാശമോ തിന്മയുടെ ഇരുട്ടോ? അതേ നിമിഷം നിലച്ചു എന്ന് കരുതിയ മാളുവിൻ്റെ ഹൃദയം ഉണർന്നു കഴിഞ്ഞിരുന്നു. വിധിയാൽ കോർത്ത മാംഗല്യം വിധിയാൽ തന്നെ പൊട്ടിച്ച് എറിയുകയാണോ? ഈ ജന്മം രാവണന് ജാനകിക്ക് പകരം മറ്റൊരുവളാകുമോ? പാതി. അവിടെ മൗനം തളം കെട്ടി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചിത്രാമ്മ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ആർക്കുമൊന്നും പറയാനില്ലാത്ത സ്ഥിതിക്ക് എൻ്റെ തീരുമാനം പറയാം. എന്ത് പറഞ്ഞാലും ജാനകി നമ്മുടെ കുടുംബത്തിലേക്ക് ചേർത്ത് വെക്കപ്പെട്ട പെൺകുട്ടിയാണ്. അതുകൊണ്ട് അവളുടെ സംരക്ഷണവും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ ആദിയും ജാനകിയുമായുള്ള ബന്ധം വേർപ്പെടുന്ന അടുത്ത നിമിഷം എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുവകകളും പൂർണ്ണമായും ജാനകിയുടെ പേരിലേക്ക് മാറ്റുന്നതായിരിക്കും. ഇപ്രാവശ്യം എല്ലാവരും ഞെട്ടി. ജാനുവാണിൽ ഇവരിതെന്താ പറയുന്നതെന്ന് മിഴിച്ചു നോക്കി. എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷെ ആദ്യത് കേട്ടോ എന്ന് തന്നെ സംശയമാണ്. കാരണം എങ്ങനെയെങ്കിലും ചിത്രാമ്മയുടെ ഡിവോഴ്സ് തീരുമാനം മാറ്റണമെന്ന് കാര്യമായി ആലോചിക്കുകയാണ്. അതെങ്ങനെ ശരിയാകും? സുരേഷ് ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന പോലെ തോന്നി അയാൾക്ക്. അച്ചുവിൻ്റെ പ്രേമം കണ്ടൊന്നുമല്ല അയാൾ ആദ്യത്തെ അച്ചുവിൻ്റെ ആയി ചേർക്കാൻ നോക്കിയത്. മറിച്ച് അവൻ സ്വന്തമായി ഉണ്ടാക്കിയ സ്വത്ത് വകകൾ കൂടാതെ ചിത്രാമ്മയിലൂടെ അവന് വന്നു ചേരാൻ പോകുന്ന സ്വത്ത് വകകൾ ആലോചിച്ചായിരുന്നു. അപ്പോൾ അത് ജാനിക്ക് പോകുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിയില്ലായിരുന്നു. എന്തുകൊണ്ട് ശരിയാകില്ല? എൻ്റെ സ്വത്ത്, എൻ്റെ ഇഷ്ടം, അല്പം കടുപ്പിച്ച് ചിത്രാമ്മ പറഞ്ഞു. മുത്തുവൻ സായിയുവാണിൽ ചൂണ്ടയിടാൻ വന്നിട്ട് കുളം കലക്കിയ എക്സ്പ്രഷൻ ഇട്ട് നിൽക്കുന്നു. ഇനി ഇതിന് അവസാനം വേണമെങ്കിൽ ഒന്നെങ്കിൽ ജാനി ബോൾഡായി ഇപ്പോൾ ഡിവോഴ്സിന് ഒരുക്കല്ലെന്ന് പറയണം, അല്ലെങ്കിൽ ആദ്യം തന്നെ വല്ലതും ഒഴിയണം. പിൻറോപ്പ് സൈലൻസ്. അവസാനം ദി ഗ്രേറ്റ് ആംഗ്രി രാവണ ക്ഷമ നശിച്ചിരിക്കുന്നിടത്തു നിന്നും എഴുന്നേറ്റു. യുദ്ധഭൂമിയിൽ പുതിയ ഭടനെ കണ്ട് എല്ലാവരുടെയും ഫോക്കസ് മാറി. വീഡിയോകൾ വഴി പൂജാരിയുടെ വീട്ടിന് മുന്നിലുള്ള ആർത്തറയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ജു ഇനി ഇങ്ങേർക്ക് എന്താണോ എന്തോ എന്ന ചിന്തയിൽ വാതുറന്ന് കണ്ണും മിഴിച്ചിരിപ്പുണ്ട്. ആദ്യം എല്ലാവരെയും ഒന്ന് നോക്കി, കൂട്ടത്തിൽ ജാനുവിനെയും. ഇത്രയും നേരം ഇനി എന്ത് എന്ന് പകച്ചിരുന്നവൻ എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പ്. അല്ലെങ്കിലും രാവണനല്ലേ? ഇത്രയും നേരം ഞാൻ മിണ്ടാതെ നിന്നു. അപ്പോൾ എല്ലാം കൂടെ എൻ്റെ ക്ഷമ പരീക്ഷിക്കുന്നു. മുത്തശ്ശി പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവളെ വിവാഹം ചെയ്തു, ശരിയാണ് എന്ന് കരുതി പിറ്റേന്ന് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ എന്താ നിങ്ങളുടെയൊക്കെ പാവയാണെന്ന് വിചാരിച്ചോ? കടുപ്പമേറിയ ആദിയുടെ വാക്കുകൾ കേൾക്കെ ചില മുഖങ്ങളിൽ പുഞ്ചിരി തെളിഞ്ഞു. 3 പേരൊഴികെ. അതാരെന്ന് പറയണ്ടല്ലോ. പിന്നെ മിസ്റ്റർ വർമ്മയ്ക്ക് നോ റിയാക്ഷൻ. അതങ്ങനെ ഒന്ന്. ചിത്രാമ്മ പിന്നെ സിംഗിൾ സോഫയിൽ കാലിന് മുകളിൽ കാൽ വെച്ച് അയിനി എന്ന് പറഞ്ഞിരിപ്പുണ്ട്. ജാനുവായി ഡിവോഴ്സ് നടക്കുമോ ഇല്ലയോ എന്നറിയാതെ സെഡാണ്. കൂടാതെ ഇപ്പോൾ ഇവിടെ കോലിളക്കം സൃഷ്ടിച്ച ചിത്രാമ്മ ആരെന്നറിയാതെ കിളിപോയ അവസ്ഥ. അതിനു മുകളിൽ അവസാനമായി അവതരിപ്പിച്ച ചിത്രാമ്മയുടെ സ്വത്ത് വിതരണം. ടോട്ടലി കൺഫ്യൂസ്ഡ്. അതെ, ആരാണ് ചിത്രാമ്മ? വഴി ആരെങ്കിലും പറയുമായിരിക്കും. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഡിവോഴ്സ് നടക്കില്ല എന്നാണോ? ചിത്രാമ്മ ചോദിച്ചു. അങ്ങനെ പറഞ്ഞില്ല, പക്ഷെ ഇന്ന് തന്നെ. അപ്പോൾ ചെയ്യാൻ പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല. ജാനകിയെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ 1 വർഷം കഴിയാതെ ഡിവോഴ്സ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആദിയുടെ വാക്ക് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. ഇവന് പ്രാന്താണോ എന്ന പോലെ. പക്ഷെ നേരിട്ട് പറയാനുള്ള ധൈര്യം നെഹീഹെ സില്ലി പീപ്പിൾസ്. നിനക്ക് 1 വർഷം അവളെ എന്തിനാ ഷോക്കേഴ്സിൽ വെക്കാനാണോ? പുച്ഛത്തോടെയുള്ള ചിത്രാമ്മയുടെ ചോദ്യം കേട്ട് നമ്മുടെ രാവണൻ കലിപ്പിരച്ചു കയറുന്നുണ്ട്.
എങ്കിലും പന്തിപ്പോ അവരുടെ കോർട്ടിലായതുകൊണ്ട് മാത്രം ക്ഷമിച്ചു നിൽക്കുന്നു. ദാറ്റ്സ് ഓൾ. ഇനി ഒരു ചർച്ച വേണ്ട. 1 വർഷം സമയം തരാം. 2 പേർക്കും ഒന്നെങ്കിൽ പരസ്പരം മനസ്സിലാക്കി ഒരുമിച്ച് പോകുക. അങ്ങനെയാണെങ്കിൽ മുന്നേ തീരുമാനിച്ചതുപോലെ സ്വത്തെല്ലാം ആദിയുടെ പേരിൽ തന്നെയാകും. മറിച്ചാണ് സംഭവിക്കുന്നത് എങ്കിൽ ഡിവോഴ്സിന് ശേഷം സ്വത്തിനെല്ലാം ജാനകിയായിരിക്കും അവകാശി. അന്ത്യശാസനം പുറപ്പെടുവിച്ച് രാജമാതാ ചിത്രാമ്മ പുറത്തേക്ക് പോയി. വീഡിയോകൾ അപ്പോഴേക്കും കട്ടായി. എല്ലാം കേട്ട് കിളി പറന്നെങ്കിലും ചിത്രാമ്മയ്ക്കൊരു വിസിലഞ്ചു മുഴക്കി. ചവിട്ടിത്തുള്ളി നെഗറ്റീവ് ഫാമിലി, പുറകെ വർമാങ്കിൽ, മുത്തു ആൻഡ് ടീം. അവസാനം ജാനുവിനെ ഒന്ന് നോക്കി രാവണൻ കലിതുള്ളി എങ്ങോട്ടോ പോയി. ബട്ട് വൈ? ആകെ മൊത്തം പുകമയം. ജാനു അടുത്ത് നിൽക്കുന്ന ആരുവിനെ നോക്കി. ഇപ്പോൾ വന്നത് ചിത്രാമ്മ. മുത്തശ്ശനും മുത്തശ്ശിയും ഫാമിലി റിലേറ്റീവ്സ് ആയിരുന്നു. അതായത് മുത്തശ്ശൻ്റെ മുറപ്പെണ്ണായിരുന്നു മുത്തശ്ശി. എങ്കിലും പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. ജാനു കണ്ണു മിഴിച്ച് ആരുവിനെ നോക്കി. അവളെ കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് തുടർന്നു. പറഞ്ഞു വന്നത് ചിത്രാമ്മ മുത്തശ്ശിയുടെ ഇളയ സഹോദരിയാണ്. ഞെട്ടി. അടിപൊളിയായിട്ട് തന്നെ ജാനു നെട്ടി. അത് കണ്ട് അടക്കി ചിരിച്ചുകൊണ്ട് ആരു തുടർന്നു. മുത്തശ്ശിയും ചിത്രാമ്മയും തമ്മിൽ 15 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. കള്ളച്ചിരിയോട് ആരു പറഞ്ഞു. അതേ ചിരി ജാനുവിലേക്കും പടർന്നു. ചിത്രാമ്മ വിവാഹം ചെയ്തിട്ടില്ല. അതിന് കാരണം ഞങ്ങൾക്കറിയില്ല. പ്രണയനൈരാശ്യം എന്നാണ് കേട്ടുകേൾവി. മുത്തു മുന്നേ പാവമായിരുന്നു. ആരോടും ദേഷ്യപ്പെടാനോ കയർക്കാനോ വാദിക്കാനോ ഒന്നും അറിയില്ല. ആകപ്പാടെ വഴക്ക് പറയുന്നത് റാണിയപ്പച്ചിയാണ്. പക്ഷേ ചിത്രാമ്മ തിരിച്ചാണ്. ഒരു അയൺ ലേഡി. തറവാട്ടിലെ ബിസിനസ്സെല്ലാം ഒരു കോട്ടവും കൂടാതെ നോക്കുന്നത് ചിത്രാമ്മയാണ്. ശരിക്കും പറഞ്ഞ വയസ്സിൽ മാത്രമാണ് ചിത്രാമ്മ ഇളയത്. മുത്തശ്ശിയേക്കാൾ അധികാരവും കർക്കശ്യവും ഒക്കെ കൂടുതലാണ് ചിത്രാമ്മയ്ക്ക്. അധികം ഫ്രണ്ട്ലിയായി ഒന്നും സംസാരിക്കില്ല. ഞങ്ങൾക്കെല്ലാം ചിത്രാമ്മയോട് ബഹുമാനവും പേടിയുമൊക്കെയാണ്. തെറ്റ് കണ്ട ആരാന്നെന്നും നോക്കില്ല ചിത്രാമ്മ. പിന്നെ ചിത്രാമ്മയോട് നേർക്ക് നേരെ നിന്ന് വല്ലതും പറയുകയാണെങ്കിൽ അത് വല്യേട്ടൻ മാത്രമാണ്. വല്യേട്ടനെ കുഞ്ഞിലെയൊക്കെ കൂടുതൽ നോക്കിയത് ചിത്രാമ്മയാണ്. റാണിയപ്പച്ചിക്കും സുരേഷ് മാമനുമൊക്കെ ആകെ പേടിയുള്ളത് ചിത്രാമ്മയാണ്. പിന്നെ ആദിയേട്ടനെയും. അതല്ലേലും നിന്റെ ചേട്ടനെ പേടിയില്ലാത്ത ആരും കാണില്ല. രാവണൻ. മുഖം വീർപ്പിച്ച് പറയുന്ന ജാനകിയെ കാണാൻ ആരുവിന് ചിരിപൊട്ടി. അല്ല, ഈ പ്രോപ്പർട്ടി കാര്യം എന്താ പറഞ്ഞേ? അത് മുത്തശ്ശൻ്റെ സ്വത്ത് 2 ഭാഗമാക്കി റാണിയപ്പച്ചിക്കും പപ്പയ്ക്കും എഴുതി. ഇനി മുത്തശ്ശിയുടെ സ്വത്ത് 4 ആക്കി ആദിയേട്ടന്, കുഞ്ഞേട്ടന്, അച്ചുവിന്, പിന്നെ എനിക്കും എഴുതി. പക്ഷേ പവർ ഓഫ് അറ്റോർണി ഇപ്പോഴും മുത്തുവിൻ്റെ പേരിൽ തന്നെയാണ്. മുത്തുവിൻ്റെ കാലശേഷം മാത്രമേ ഞങ്ങൾക്കതിൽ സ്വന്തമായി മാറ്റങ്ങൾ വരുത്താൻ പറ്റൂ. അത് ചിത്രാമ്മയുടെ നിർബന്ധമാണ്. അപ്പച്ചിക്ക് എതിർപ്പുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ചിത്രാമ്മയുടെ തീരുമാനത്തിന് സപ്പോർട്ടായിരുന്നു. മുത്തുവിനും ചിത്രാമ്മയ്ക്കും ഒരുപോലെയാണ് ഷെയറെങ്കിലും ചിത്രാമ്മയ്ക്ക് ബിസിനസ് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറച്ച് കൂടെ പ്രോപ്പർട്ടി ഉണ്ട്. അത് 2 പാർട്ടാക്കി. ഒന്ന് 3 ഭാഗമാക്കി ഞങ്ങൾ 3 പേർക്ക്. കുഞ്ഞേട്ടൻ, എനിക്ക്, പിന്നെ അച്ചുവിന്. അടുത്ത പാർട്ട് സെപ്പറേറ്റ് ചെയ്യാതെ ആദിയേട്ടന് മാത്രം. ആദ്യമൊന്നും വല്യേട്ടൻ സമ്മതിച്ചില്ല. എങ്കിലും ചിത്രാമ്മ തീരുമാനം മാറ്റിയില്ല. അതുകൊണ്ട് മൗനം പാലിച്ചു. അന്ന് സുരേഷ് മാമനും അപ്പച്ചിയും മുത്തശ്ശിയോട് എതിർത്തുവെങ്കിലും ചിത്രാമ്മയെ പേടിയായതുകൊണ്ടൊന്നും മിണ്ടിയില്ല. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവരും ചിത്രാമ്മയുടെ തീരുമാനം അംഗീകരിച്ചു. അതിന് കാരണം അച്ചുവായിരുന്നു. ആ പൊട്ടിഭൂതത്തിന് എൻ്റെ ഏട്ടനോട് പ്രേമം പോലും. അത് പറയാൻ പല്ല് കടിച്ചു. കേട്ടുകൊണ്ടിരുന്ന ജാനുവിൻ്റെ മുഖം വീർത്തു. അല്ലേലും എനിക്ക് മനസ്സിലായി അവൾക്ക് നിന്റെ ചേട്ടനെ കാണുമ്പോഴുള്ള ഇളക്കം. അല്ല, ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് ശ്രദ്ധിക്കുന്നതാണ്. നിന്റെ വല്യേട്ടൻ ആ രാവണനെ വർമ്മങ്കിളുമായി ചെറിയ ക്ലാഷുള്ള പോലെ. സംശയത്തോടെ പറഞ്ഞുകൊണ്ട് ജാനു ആരുവിനെ നോക്കി. അത് സത്യമായ ഏട്ടത്തി. പപ്പ ഒത്തിരി മാറി. എല്ലാത്തിനും ഉപരി അച്ചുവുമായുള്ള ഏട്ടൻ്റെ വിവാഹത്തിന് വേണ്ടി പപ്പ സംസാരിച്ചു. അച്ചു എപ്പോഴും ഏട്ടന് പുറകെ നടന്ന് ശല്യപ്പെടുത്തുമായിരുന്നു. ഏട്ടൻ്റെ വായിലുള്ളത് കേട്ടതും തല്ലുകൊണ്ടാലും വീണ്ടും വീണ്ടും ചെല്ലും. ഒരു പക്കാ സൈക്കോ. ഞങ്ങൾക്കാർക്കും അപ്പച്ചിയെ, മാമനെ, ആ പിശാചിനെ ഇഷ്ടമല്ല. എന്നാൽ ഇടയ്ക്ക് വെച്ച് പപ്പായ ആകെ മാറി. എപ്പോഴും സുരേഷ് മാമനുമായി സംസാരം. മാമൻ എന്തെങ്കിലും പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്തുമൊക്കെ. എന്തെന്നറിയില്ല, പതിയെ പതിയെ പപ്പ ഞങ്ങളിൽ നിന്നും അകലുന്നത് പോലെ തോന്നി. അപ്പോഴേക്ക് വല്യേട്ടൻ പപ്പയോട് സംസാരിക്കാൻ നോക്കി. പക്ഷേ മാളുവേച്ചിയുടെ മരണത്തോടെ എല്ലാം അവസാനിച്ചു. എന്തൊന്നും അറിയില്ല. മാളു ചേച്ചി മരിച്ചെന്നറിഞ്ഞപ്പോൾ ഏട്ടനാകെ തകർന്നു. അതും ചേച്ചി ആരൊക്കെയോ ഇല്ലാതാക്കിയതായിരുന്നു.
അതിനെ ചൊല്ലി ഒരിക്കൽ രാത്രി പപ്പയായും ഏട്ടനും തമ്മിൽ ഇവിടെ വഴക്കും ബഹളവും ഒക്കെ നടന്നു. ആർക്കും ഒന്നും മനസ്സിലായില്ല. അവസാനം ഏട്ടൻ വീട് വിട്ടിറങ്ങിപ്പോയി. എന്നിട്ടെന്താ? ആര് പറഞ്ഞിട്ടും ഏട്ടൻ വന്നില്ല. അവസാനം ചിത്രാമ്മ വന്ന് നിർബന്ധിച്ചു. കൂടാതെ ആ സമയം അമ്മയ്ക്കും വയ്യാതെയായി. അതുകൊണ്ട് ഏട്ടൻ വന്നു. എങ്കിലും പിന്നീട് ഇതുവരെ പപ്പയുമായി മിണ്ടിയിട്ടില്ല. അല്ല, ആരെയും മാളുവേച്ചി? അവർക്കെന്താ പറ്റിയേ? മാളുവേച്ചി വല്യേട്ടൻ്റെ ജീവനായിരുന്നു. അത് പറയുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആരുവിൻ്റെ കവളിനകളെ തഴുകി. ഇതേ സമയം ഇല്ല, സമ്മതിക്കില്ല. 1 വർഷം ആദ്യേട്ടനൊപ്പം അവള്. വേണ്ട പപ്പ, എന്തേലും ചെയ്തത് മുടക്കണം. ഒരു ഭ്രാന്തിയെ പോലെ അച്ചു അലറി. ഇല്ല മോളി, 1 വർഷം നമ്മൾ സഹിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ ആ സ്വത്ത് മുഴുവൻ നമുക്ക് നഷ്ടമാകും, ശാന്തമായി സുരേഷ് പറഞ്ഞു. അതേ മോളി, അതൊക്കെ ആദ്യ വഴി നിനക്ക് അനുഭവിക്കാനുള്ളതല്ലേ. അല്ലാതെ എവിടുന്നോ നിന്ന് വന്ന് ഒരുത്തിക്ക് കൊടുക്കാൻ സമ്മതിക്കില്ല ഞാൻ, പകയോടെ റാണി പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും അവർ തമ്മിൽ അടുത്താലോ? അതിന് പുച്ഛത്തോടെയുള്ള സുരേഷിൻ്റെ ചിരിയായിരുന്നു മറുപടി. അവർ അടുത്താലും ഇല്ലേലും 1 വർഷം. അത് കഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൽ ജാനകി കാണില്ല. പകരം എന്ത് ചെയ്താലും നീ വരും ആ സ്ഥാനത്തേക്ക്. പകയോടെ അയാൾ പറയുമ്പോൾ അച്ചുവിലും റാണിയിലും എന്തോ നേടിയ മാതിരി ചിരി വന്നു. അപ്പോഴും അവർ അറിഞ്ഞിരുന്നില്ല, ജാനുവിന് നേരെ അവർ തിരിഞ്ഞ നിമിഷം തങ്ങളുടെ വിധി ആ രാവണൻ കുറിച്ചെന്ന്. ജാനകിയുടെ രാവണൻ വിധി എഴുതിയെന്ന്. വിധിയാൽ കോർക്കപ്പെട്ട മംഗല്യമാണ് രാവണ ജാനകി കൂടിച്ചേരൽ. ഇനിയൊരു വേർപിരിയൽ അസാധ്യം. കാരണം വിധിയെ മാറ്റിമറിക്കാൻ, തിരുത്തിയെഴുതാൻ പ്രാപ്തമായതാണ് പറയാതെ അറിയാതെയുള്ള പ്രണയം.